ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ YummiYummi. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേർഡ് ചിക്കനാണ്. അതിനായി നമുക്ക് ആദ്യം ഒരു കടായി വെക്കാം. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളക്, കുറച്ച് ജീരകം, കുറച്ച് ഉലുവ, 2 കറുകപ്പട്ട, 2 ഏലക്കായ ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റുക. ഇനി കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ വഴറ്റുക. അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇട്ടു. ഇനി നല്ലതുപോലെ അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ സ്പൈസസൊക്കെ ചേർന്ന് നല്ലൊരു ടെക്സ്ചർ ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചിക്കനിന് ആ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരാൻ തുടങ്ങി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കേർഡ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ കേർഡാണ് ഇട്ട് കൊടുക്കുന്നത്. കേർഡ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങി. ഇനി നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരിയും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ്റെ നല്ലതുപോലെ മസാലാസൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇനി കുറച്ചുകൂടി കേർഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണും കൂടെ നമ്മൾ കേർഡ് ആഡ് ചെയ്യുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. കേർഡും മസാലയും ചിക്കനും ഒക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു തക്കാളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടു. അതും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 4 to 5 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ തക്കാളിയൊക്കെ വെന്തു. ചിക്കനിൽ നല്ല അരപ്പൊക്കെ പിടിച്ച് നല്ലൊരു ടെക്സ്ചറായിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ. ഇനി ഒരു ഒണിയൻ, കുറച്ച് ജിഞ്ചർ അതെല്ലാം കൂടെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. നല്ലതുപോലെ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ചിക്കൻ്റെ വേഗം അനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് അടച്ച് വെച്ചൊരു 14 to 15 മിനിറ്റ് വരെ വേവിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലിട്ട് വിസിലടുപ്പിച്ചാലും മതി. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേർഡ് ചിക്കൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. So bye.